അരിനല്ലൂരിൽ കായൽ തീരത്ത് മുതലയുടെ സാന്നിധ്യം. ഇതേ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഏക്കപ്പുറം കായൽ തീരത്താണ് മുതലയുടെ സാന്നിധ്യമുള്ളതായി സൂചന ലഭിച്ചത്. ശക്തമായ ഒഴുക്കിൽ കല്ലട ഡാമിൽ നിന്ന് മുതല എത്തിയതാകാമെന്നാണ് നിഗമനം. തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ അരിനെല്ലൂർ തെക്ക് 8-ാം വാർഡിലെ ഏക്കപ്പുറം കായൽ തീരത്താണ് മുതലയുടെ സാന്നിധ്യമുള്ളതായി സൂചന ലഭിച്ചത്. കായലിന്റെ തീരത്തെ കുറ്റിക്കാടുകൾക്കിടയിൽ വെയിൽ കായുന്ന 5 അടിയോളം നീളമുള്ള മുതലയെയാണ് പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറായ ക്രിസ്റ്റി ബോയി കണ്ടത്. സംശയം തോന്നിയ ഇദ്ദേഹം വാഹനം നിർത്തിയിറങ്ങി അതിനടുത്ത് നടന്നെത്തിയപ്പോഴേക്കും മുതല കായലിലേക്ക് ഇഴഞ്ഞുപോയി. ഉടൻ തന്നെ നാട്ടുകാരെയും ജനപ്രതിനിധികളെയും വിവരം അറിയിച്ചു. അപ്പം ഞാൻ ഈ കട്ടയുമായിട്ട് ഈ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് രണ്ട് വണ്ടി കട്ടയടിച്ച് അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തത്. അപ്പോൾ എനിക്ക് അവിടെ തിരക്കുമുണ്ട്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഈ കട്ട പെട്ടെന്ന് ചെല്ലണം. എന്നുവെച്ചാൽ സ്പീഡിലാണ് പോയത്. സ്പീഡിൽ പോയ സമയത്താണ് ഇത് കണ്ടത്. എങ്കിലും ഇത് കണ്ട സ്ഥിതിക്ക് നമുക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു 50 മീറ്റർ ദൂരമാണ് വണ്ടി കൊണ്ട് നിർത്തിയത്. അവിടെ നിർത്താൻ വന്നതല്ലല്ലോ ഇവിടെ. അവിടെ നിന്ന് ഓടി വന്ന് ഈ വാലും തലയും എല്ലാം കറക്റ്റ് കണ്ട് കാപ്പിപ്പൊടി കളറാണ് ഇതിൻ്റെ കളറ്, തലയുടെ കളറ്. അപ്പോൾ അങ്ങനെ തിരിച്ചോടി വന്നപ്പോഴത്തെ ഈ ചപ്പലിൻ്റെ സൗണ്ട് കൊണ്ട് ഇവൻ അവിടെ നിന്ന് അനങ്ങി തുടങ്ങി. അനങ്ങി കിടന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് വാല് കണ്ട് ചാടി വെള്ളത്തിൽ പോയി വിളിക്കുമെന്നും പറഞ്ഞ് നല്ല സൗണ്ടിലാണ് ഈ വെള്ളത്തിൽ വീണ് പോയത്. പക്ഷേ ഫുള്ള് കാണാൻ പറ്റിയില്ല. പക്ഷേ അതേ സമയത്തൊരു മൊബൈൽ ഫോട്ടോ എടുക്കാൻ പറ്റിയാലും നമുക്കത് സാഹചര്യം കിട്ടുന്നില്ല. അത് എപ്പോഴത്തെ ചാടിക്കഴിഞ്ഞ് പിന്നെ എത്രയോ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് വലുതുമാണ്, ഏകദേശം ഇത്രയും വലുപ്പം വരും ആ തലയ്ക്ക്. ഇതാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ ഈ അയലുകാരെ എല്ലാം അറിയിച്ചിട്ട് പിന്നെ അറിയാവുന്ന നമ്പറിലൊക്കെ പറയുക ഇനിയുള്ളൊരു സംഭവമുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. അതിനകത്ത് ചിലർ ഉൾക്കൊള്ളും, ചിലർ അതൊക്കെ വെറുതെ പറയാം. അപ്പം നമുക്കതൊരു ടെൻഷനായി. അതെന്താ ഇതിനാവശ്യം നമുക്കില്ലായിരുന്നു എന്ന് ചിന്തിച്ച്. പക്ഷേ ജനങ്ങൾക്ക് മറ്റൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. പക്ഷേ എല്ലാവരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ തന്നെ രാവിലെ വിളിച്ച് പറയും അമേരിക്കയിൽ നിന്നൊരു കോൾ വന്നു, അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മളാരായി? നമ്മളീ കണ്ട ആളാരായി? നമ്മൾ വേറൊരാളുടെ അടുത്ത് പറയുമ്പോൾ അവർ നിരസിക്കുന്ന രീതിയിൽ വേറെ രീതിയിൽ വർത്തമാനം പറയുമ്പോഴേ നമുക്കിതിനകത്ത് പ്രതിഫലം എന്തുവാ? പിന്നെ ജനങ്ങൾക്ക് മറ്റു കുഴപ്പം ഉണ്ടായിരിക്കുമ്പോൾ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഫോറസ്റ്റിൽ നാൾ വന്ന് ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, വെള്ളത്തിലൊന്നും വലിയ ശല്യം വരത്തില്ല, അത് ഇറങ്ങിപ്പോയി. അപ്പോൾ കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം പഞ്ചായത്തിൽ നിന്നും ഇവിടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും മറ്റ് അംഗങ്ങളെല്ലാം വന്നിട്ട് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, വെള്ളത്തിൽ ശല്യം ഉണ്ടാകത്തില്ല. എങ്കിലും ഇവിടെയുള്ള ജനങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളുടെ മേഖലയത്. അപ്പോൾ ഈ ജനങ്ങൾക്ക് കായലിൽ പോയി പണി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പേടി കാണുമല്ലോ. അതേസമയത്ത് കരയാണെങ്കിൽ കരയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ കണ്ടപ്പോഴേ പിന്നെ ആൾക്കാരെല്ലാം അവർ പേടിയാണെന്നല്ലോ പുറത്തോട്ട് ഇറങ്ങുന്നതിന്. അപ്പോൾ ഞാനിത് പറഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ അറിവുകൊണ്ട് നമ്മളിത് കണ്ടതുകൊണ്ട് നമ്മൾ പറഞ്ഞു. സംഭവം അറിഞ്ഞ് ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി. ശക്തമായ ഒഴുക്കിൽ കല്ലടയാർ ഡാമിൽ നിന്ന് മുതല ഇവിടേക്ക് വന്നതാകാം എന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. രാത്രികാലത്ത് ആരും കായൽ തീരത്തേക്ക് പോകരുതെന്നും വളർത്തുമൃഗങ്ങളെ തനിച്ച് കെട്ടിയിടരുതെന്നും നിർദ്ദേശം നൽകി. നിരവധി മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കുന്ന കായലാണിത്. മുതലയെ കായലിന് സമീപത്ത് കണ്ടാൽ വിവരം അറിയിക്കണമെന്ന് കോന്നി വനംവകുപ്പ് അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.